പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനിൽ നിന്നും മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. എൻ്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാം. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000-അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാവദ്യനാമയകൻ. 10,000-അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാവദ്യനാമയകൻ. മാരുഭൂയാത്രതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തുണ, എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നിത്തുണ, എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ, ഞാൻ അവനിടം പറന്നുയരും. ആമേൻ. ഹല്ലേലൂയ. വായന വേദഭാഗം സങ്കീർത്തനം 54:1 മുതൽ. ദൈവമേ, നിന്റെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. നിന്റെ ശക്തിയാൽ എനിക്ക് ന്യായം പാലിച്ച് തരണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. അന്യജാതിക്കാർ എന്നോട് എതിർത്തിരിക്കുന്നു, ഘോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. ഇതാ, ദൈവം എൻ്റെ സഹായകനാകുന്നു. കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട്. അവൻ എൻ്റെ ശത്രുക്കൾക്ക് തിന്മ പകരം ചെയ്യും. നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഗ്രഹിച്ച് കളയണമേ. സുമേധാനത്തോട് ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കുക. യഹോവേ, നിന്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ആമേൻ. ദാവീദിൻ്റെ സങ്കീർത്തനം 54 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദാവീദ് തൻ്റെ ശത്രുക്കളായ സീഫിയരിൽ നിന്നും, അതായത് ശൗൽ രാജാവിൽ നിന്നും ഒളിവിൽ കഴിയുമ്പോൾ രചിച്ചതാണ് ഈ സങ്കീർത്തനം. 54-ാം അധ്യായം. പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സഹായം തേടുന്നതിനും ശത്രുക്കളുടെ ഇടയിൽ അവിടുത്തെ സംരക്ഷണത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയും അപേക്ഷയുമാണ് ദാവീദിൻ്റെ ഇവിടെ കാണുന്നത്. ദൈവനാമത്തിലുള്ള രക്ഷ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. സ്വന്തം കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലും നീതിയിലുമാണ് തൻ്റെ ആശ്രയമെന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. ശത്രുക്കളുടെ ആക്രമണമാണ് അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരികളും നിർഭയരുമായ മനുഷ്യർ തന്നെ വേട്ടയാടുന്നുവെന്നും അവർക്ക് ദൈവഭയമില്ലെന്നും ദാവീദ് ദൈവത്തിനെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും സംരക്ഷണവുമാണ് ഇവിടെ കാണിക്കുന്നത്. ദൈവം മാത്രമാണ് സഹായം. ശത്രുക്കളുടെ വലിപ്പമോ ശക്തിയോ നോക്കി ഭയക്കുന്നതിനേക്കാൾ ദാവീദ് പറയുന്നു, ദൈവം തൻ്റെ കൂടെയുണ്ടെന്നും തന്നെ താങ്ങി നിർത്തുന്നവൻ അവനാണെന്നും ദാവീദ് വിശ്വസിക്കുന്നു. സ്വനാമം നമുക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ ഓർക്കണം, സംരക്ഷണത്തെ നമ്മൾ ഓർക്കണം. ദാവീദിനെ പോലെ
നമ്മളെ ഭയപ്പെടുത്തുന്നവരും നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതുമായ ശത്രുക്കൾ ഒന്നുമല്ല. എന്നാൽ നമ്മുടെ ശക്തിയെയല്ല നമ്മൾ നോക്കേണ്ടത്, കർത്താവായ ദൈവത്തിൻ്റെ ശക്തിയെ നോക്കുകയും അവൻ കൂടെ ഉണ്ട് എന്നും ഏത് പ്രതിസന്ധിയിലും എന്നെ താങ്ങി നിർത്തുന്നു എന്നുമുള്ള ദാവീദിനെ പോലൊരു വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. നീതി നടപ്പാക്കുന്നത് കർത്താവായ ദൈവമാണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ശത്രുക്കളുടെ ദ്രോഹത്തിന് ദൈവം വിശ്വസ്തനായിരുന്നു, നീതി നടപ്പാക്കുമെന്നും ശത്രുക്കളെ നാം നശിപ്പിക്കാതെ ദൈവത്തിനാൽ നശിപ്പിച്ച് നാം പകരം വീട്ടാതെ ദൈവം അവനെ പകരം വീട്ടുമെന്നും നമ്മുടെ കണ്ണു മുമ്പിൽ തന്നെ ശത്രുക്കളെ ദൈവം നശിപ്പിക്കുമെന്നുമുണ്ട് ഒരു വലിയ വിശ്വാസവും പ്രഖ്യാപനവുമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രവും നന്ദിയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദാവീദിനെ പോലെ ഹൃദയപൂർവമായ ബലിയാണ് സ്തോത്രവും നന്ദി എന്ന് പറയുന്നത്. ദൈവം തനിക്ക് നൽകിയ വിടുതലിന് നന്ദിയായി ഹൃദയപൂർവ്വം യാഗങ്ങൾ അർപ്പിക്കുവാനും ദൈവനാമത്തിന് സ്തുതി പാടുവാനും അവൻ ആഗ്രഹിക്കുന്നു. ദാവീദിനെ പോലെ ദൈവം നമുക്ക് ശത്രുക്കളിൽ നിന്നും വിടുതലും സംരക്ഷണമൊക്കെ തരുന്ന സമയങ്ങളിൽ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ ഇരുന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സ്തോത്രം ചെയ്യുവാനും ഒരിക്കലും മറന്നു പോകരുത്. ദാവീദിനെ നമ്മൾ ഓർക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം, ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട് നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി നമ്മൾക്കൊരു സഹായം ചെയ്താൽ അവനോട് നമ്മൾ കൂറുള്ളവരായിരിക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവായ ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യനോ നമ്മളെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. പരിധിക്കും അപ്പുറം നമ്മളെ സഹായിപ്പാനും പരിധിക്കപ്പുറം നമ്മുടെ കൂടെ വരുവാനും പരിധിക്കപ്പുറം നമുക്ക് നന്മ ചെയ്യുവാനും കഴിവുള്ള ഏക പിതാവാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം ദാവീദിനെ പോലെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ശത്രുക്കളുടെ പരാജയം, നമ്മുടെ ജീവിതത്തിലുള്ള ശത്രുക്കൾ നമുക്ക് ചുറ്റും നമുക്ക് ശത്രുക്കളായിരുന്നാൽ പോലും അവരെ പരാജയപ്പെടുത്തുവാൻ തക്കണം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവം തന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും വിടുവിച്ചെന്ന് ശത്രുക്കളുടെ പതനം സ്വന്തം കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായെന്നും ദാവീദ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളുടെ ജീവിതത്തിലും ഇതേപോലുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ചുറ്റും വൈരികൾ നിറഞ്ഞു നിന്ന് നമ്മളെ എതിർത്ത് നിൽക്കുന്ന, നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്നവർ, നമ്മളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവർ, അങ്ങനെയുള്ള എത്രയോ വ്യക്തികൾ ഇന്ന് നമ്മുടെ കണ്ണു മുമ്പിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ തിരിച്ചവർക്ക് പകയ്ക്ക് പകരം പക ചെയ്യാതെയും നമ്മൾ അവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോട് ഗൂഢാലോചനകൾ ചെയ്യാതിരിക്കുകയും ദൈവത്തിനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓടിക്കാതെ തന്നെ ശത്രുക്കൾ ഓടിപ്പോകും. നമ്മൾ നശിപ്പിക്കാതെ തന്നെ ആ ശത്രുക്കൾ നശിക്കപ്പെടും. നമ്മുടെ കണ്ണു മുമ്പിൽ പോലും അവരുള്ള സ്ഥലവും അവരെയും കാണുവാൻ സാധിക്കാതെ വന്ന ദൈവം അവരെ പൂർണ്ണമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഉഴച്ചു നീക്കും എന്ന് പൂർണ്ണമായിട്ട് ദാവീദ് വിശ്വസിക്കുന്നത് പോലെ നമ്മളും വിശ്വസിക്കുക. ഈ വചനത്തിലൂടെ ദാവീദിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നമായാലും, എത്ര വലിയ ഭാരമായാലും, കടഭാരമായാലും, വേദനകളായാലും, രോഗങ്ങളായാലും ശരി തന്നെ, അതിനെയെല്ലാം ജയിപ്പാൻ കഴിവുള്ള, അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുകയും അവിടെ ഇവിടെയും പോയി കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ സമയത്ത് ദൈവസന്നിധിയിലിരുന്ന് ദാവീദിനെ പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപേക്ഷ കേൾക്കുന്ന ദൈവം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. അവൻ നീതി നടപ്പാക്കുന്ന ദൈവമാകയാൽ തീർച്ചയായിട്ടും വിശ്വസ്തയോട് അവൻ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം ഓർക്കുകയും നന്ദിയുള്ളവരായിട്ട് മാറുകയും ശത്രുവിൻ്റെ പതനം നമ്മുടെ കണ്ണു മുമ്പിൽ ദൈവം കാണുവാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് ജയാളിയായ ക്രിസ്തു എന്നും നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ നല്ല കർത്താവായ ദൈവമേ, ഇന്നത്തെ പകൽക്കാല വെളിച്ചം കാണുവാൻ പരിശുദ്ധ പിതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഇന്നലെ രാത്രിയിലുള്ളവർ കർത്താവ്, ഇന്ന് എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുമ്പോഴും പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ജീവിതത്തിനായിട്ട്, ശ്വാസത്തിനായിട്ട് കർത്താവെ സ്തോത്രം. അങ്ങ് നിൻ്റെ ശ്വാസമാണ് ഞങ്ങളിലൂടെ, നീയാണ് ഞങ്ങളുടെ ശ്വാസം കർത്താവെ. അങ്ങ് ആ ശ്വാസം നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും പിതാവേ. എന്നാൽ പിതാവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് സാക്ഷിയായിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് വീണ്ടും ആയുസ് തന്നു ഞങ്ങളെ ഓരോ ദിവസവും കാത്തുപരിപാലിക്കുന്ന ദൈവമേ സ്തോത്രം ചെയ്യുന്നു.
നന്മയല്ലാതെ തിന്മയൊന്നും കാണുവാനോ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ ഇടയാക്കാതോണം കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ഇരിപ്പാൻ തക്കണം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈ പാപ ജീവിതങ്ങളിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും കർത്താവെ, പാപത്തിൻ്റെ പിടിയിൽ നിന്നും സാത്താൻ്റെ കരങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും പരിശുദ്ധ പിതാവ് ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോട് ജീവിപ്പാൻ, വിശുദ്ധമുള്ള ജീവിതം നയിപ്പാൻ തക്കണം കർത്താവെ, ഞങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് കർത്താവ് നയിപ്പാൻ വേണമെന്ന് കൃപ തരയണമേ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധമായിരിക്കുക എന്ന് ഞങ്ങളെ പഠിപ്പിച്ച വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അതേപോലെ ജീവിപ്പാനായിട്ട് പൂർണ്ണമായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു പരിശുദ്ധ പിതാവേ. അങ്ങ് ഞങ്ങളെ നിൻ്റെ ആത്മാവിനാൽ പുതുക്കി ഞങ്ങളെ നയിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ മാറുവാനും നന്ദിയുള്ളവരെ സ്തോത്രം ചെയ്യുന്നവരുമായിട്ട് ഞങ്ങളെ നടത്തിക്കൊള്ളുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, ആമേൻ.